യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് തിരുവനന്തപുരത്തിലേക്ക് ഒരു നോട്ടമാണ്. BC 1600 നാമകരണ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 30 എഴുത്താൻ തയ്യാറാക്കിയ പഴയ നിയമവും AD 495 കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 8 എഴുത്താൻ തയ്യാറാക്കിയ പുതിയ നിയമവും ഉൾക്കൊള്ളുന്ന 66 പുസ്തകങ്ങൾ ചേർന്നതാണ് സത്യവേദ പുസ്തകം. എഴുത്തുകാരൻ, പ്രവചനങ്ങൾ, പുരോഹിതന്മാർ, രാജാക്കന്മാർ, ആട്ടിടയന്മാർ, വൈദ്യന്മാർ, മുക്കുവന്മാർ, പണ്ഡിതന്മാർ എന്നിങ്ങനെ ജീവിതത്തിന്റെ നാനാത്തോളം ബന്ധപ്പെടുന്നു. വിവിധ പരിസ്ഥിതിയിലും വിദ്യാഭ്യാസ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നേടിയ ഈ അത്യാഗ്രഹമായ ആശയബദ്ധമാണ് ഉള്ളത്. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളും ചരിത്രഗ്രന്ഥങ്ങൾ 12 കാവ്യങ്ങൾ 5 പ്രവചനങ്ങൾ 17 അടങ്ങിയ പഴയ നിയമവും സുവിശേഷങ്ങൾ 4 ചരിത്രഗ്രന്ഥം 1 രത്നങ്ങൾ 21 പ്രവചനം 1 അടങ്ങിയ പുതിയ നിയമവും ഇതെല്ലാം കൂടി ചേർന്നതാണ് സത്യവേദ പുസ്തകം. ഈ 66 ഗ്രന്ഥങ്ങളിലും ഓരോന്നും 8 അധ്യായങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 50 അധ്യായവും, പുറപ്പാട് 40, ലേവ്യ പുസ്തകത്തിൽ 27, സംഖ്യാ പുസ്തകത്തിൽ 36, ആവർത്തന പുസ്തകം 34 അധ്യായങ്ങളുണ്ട്. യോശുവ 24, ന്യായാധിപന്മാർ 21, രൂത്ത് 4 അധ്യായങ്ങളും, 1-2 ശമൂവേൽ 31, 24 അധ്യായങ്ങളും, 1-2 രാജാക്കന്മാരിൽ 22, 25 അധ്യായങ്ങളും, 1-2 നിലനിർത്തലുകളിൽ 21, 36 അധ്യായങ്ങളുമുണ്ട്. എസ്ഐ 10, നെഹെമ്യാവ് 10, എസ്തേർ പുസ്തകം 10 അധ്യായങ്ങളുമുണ്ട്. യോബ് 42, സങ്കീർത്തന പുസ്തകം 150, സൈഷാഗ്യങ്ങൾ 31, സഭാപ്രസംഗം 12, ഉത്തമഗീതത്തിൽ 8 അധ്യായങ്ങളുമുണ്ട്. യെശയ്യാപ്രവചനത്തിൽ 66, യിരെമ്യാപ്രവചനത്തിൽ 52, വിലാപങ്ങൾ 5, എസ്കേലിന്റെ പുസ്തകം 48, ദാനിയേലിന്റെ പുസ്തകത്തിൽ 12, ഹോശേയ 14, യോവേൽ പ്രവചനത്തിൽ 3, ആമോസിൽ 9, ഓബദ്യാവിൽ 1, യോനയിൽ 4, മീഖയിൽ 7, നഹൂമിൽ ഹബക്കൂക്കിലും സെഫന്യാവിലും 3 വീതവും, ഹഗ്ഗായിൽ 2, സെഖര്യാവിൽ 14, മലാഖിയിൽ 4 അധ്യായങ്ങളും അടങ്ങുന്നതാണ് പഴയ നിയമം. ഇനി പുതിയ നിയമം. മത്തായിയുടെ സുവിശേഷത്തിൽ 28, മർക്കോസിൽ 16, ലൂക്കോസിൽ 24, യോഹന്നാനിൽ 21, അപ്പോസ്തലപ്രവൃത്തിയിൽ 28 അധ്യായങ്ങളുമുണ്ട്. റോമാലേഖനത്തിൽ 16, 1-2 കൊരിന്ത്യർ 16, 13 അധ്യായങ്ങളുമുണ്ട്. ഗലാത്യയിലും എഫേസ്യരിലും 6 വീതവും, ഫിലിപ്പിയിലും കൊലോസ്യരിലും 4 വീതവും ഉണ്ട്. 1-2 തെസ്സലോനിക്കയിൽ 5-3, 1-2 തിമോഥെയോസിൽ 6-4, തീത്തോസിൽ 3,